തിരുവനന്തപുരം തച്ചോട്ടുകാവിൽ ഓടയിൽ നിന്ന് വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. തച്ചോട്ടുകാവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിദ്യാധരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. നേരത്തെ അദ്ദേഹം ബാങ്ക് ജീവനക്കാരനാണ്. ബാങ്കിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി ആണ് ഇവിടെ വരുന്നതെന്നാണ് നമ്മുടെ അറിവ്. ഇവിടെ നമ്മളിവിടെയൊക്കെ സഹകരിച്ച് നടക്കുന്ന ഒരാളാണ്. പിന്നെ നല്ലവണ്ണം മദ്യപിക്കുന്ന ആളാണ്. മക്കള് 2 പേരാണ്, ഒരു മോളും ഒരു മോനും. അതിലെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഇദ്ദേഹം ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ അവിടെയൊക്കെ വന്നിരുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഓടയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഓടയിൽ വീണ് മരിച്ചതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയം ഇക്കാര്യത്തിലുണ്ടോ? അതായത് ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ പ്രദേശത്തെ ഓടയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. തൊട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന പൂക്കളും ചെടിയൊക്കെ വിൽക്കുന്ന നേഴ്സറിയിലെ ജീവനക്കാരാണ് ഈ മൃതദേഹം കണ്ടെത്തി കാര്യം അറിയിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുന്നതേ ഉള്ളൂ. മരണ കാരണം വ്യക്തമാക്കേണ്ടതായുണ്ട്. പക്ഷേ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയൽ പൂർത്തിയായിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ എത്തി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 68 വയസ്സുകാരനായ വിദ്യാധരനാണ് ഈ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 1.5 വർഷമായി ഈ പ്രദേശത്ത് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. എന്തായാലും മദ്യപിക്കുന്ന ആളാണ്. ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് 7 മണി, ഇന്നലെ രാത്രി 7 മണിക്ക് ഇദ്ദേഹത്തെ ആ പ്രദേശത്ത് കണ്ടവരുണ്ട്. അപ്പോഴും വല്ലാണ്ട് മദ്യപിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതുകൊണ്ട് മറ്റു സംശയങ്ങൾ വീട്ടുകാർ പറയുന്നില്ല. കാരണം ദേഹത്ത് മുറിവുകളുണ്ട്. പല സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഇന്നലെ രാത്രി തന്നെ മദ്യപിച്ച് ലക്ഷ്യക്കെട്ട് വീണിട്ടുണ്ട്. ഒടുവിലാണ് ഇവിടെ എത്തി. ഇപ്പോൾ നിലവിൽ എന്തായാലും ഓടയിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും കാരണത്തിൽ കൂടുതൽ വ്യക്തമുണ്ടാകുക. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്.